ഞാൻ ശരിയായ രീതിയാണ്. ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ശരിയല്ല. ഞാൻ ജനറൽ ടിക്കറ്റ് അപ്പൊ സാറോട് ഉത്തരം പറഞ്ഞു. മൂന്ന് ടിക്കറ്റ് നമ്മൾ കംഫർട്ടായി തരണം. അത്ര നമ്മൾ പ്രശ്നം പറയുന്നത്. ഇത് നോക്കിയാൽ ജനറൽ കമ്പാർട്ട്മെന്റാണ്, ആ സ്ലീപ്പർ ക്ലാസ് ആണ്. 22 634 ട്രെയിനിൽ നമ്മൾ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം എക്സ്പ്രസ് ആണ്. അതിൽ നമ്മൾ തൃശ്ശൂർ വരെ ഒരു കുഴപ്പമില്ല. തൃശ്ശൂർ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വരെ ഇപ്പൊ ഇതാണ് കമ്പാർട്ട്മെന്റിന്റെ അവസ്ഥ. സ്ലീപ്പർ ഏത് ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് അറിയാൻ വയ്യാത്തതാണ്. അവര് TTR വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ TTR പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, സ്ലീപ്പർ ക്ലാസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. ഒരു സീറ്റിൽ 3 പേർക്കുള്ള നമ്പറിൽ 5 പേർക്കോ വേണമെങ്കിൽ 6 പേർക്കോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നിടത്തോളം ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബെർത്ത് നിന്നേക്കുന്ന യാത്രയെ മാത്രമാണ് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും കിടക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ മേഡം പുറത്തു പോയത്. നമുക്ക് റിസർവേഷൻ നമ്മൾ ഇത്രയും രൂപ എടുത്ത് നമ്മൾ 750 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ റിപ്ലൈ പ്രകാരം നിങ്ങൾക്ക് കമ്മീഷൻ ഓഫീസിൽ നിന്ന് മെസ്സേജ് കൊടുത്തില്ലേ? എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. മേഡം പറയണം എന്താണ് ചെയ്യേണ്ടത്. മേഡം അതിലൂടെ പറഞ്ഞു പോകണം. പറഞ്ഞോളൂ. അപ്പൊ ഈ ജനറൽ കമ്പാർട്ട്മെന്റും ഈ സ്ലീപ്പർ ക്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്, ഇതിലിപ്പോ സ്ലീപ്പർ ടിക്കറ്റ് ആണ്. സ്ലീപ്പർ ടിക്കറ്റ് ആണ് നമ്മളെടുത്തത്. അല്ല, അത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3 സീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഗായ്സ്, നമ്മൾ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണിത് ഗായ്സ്. ഇവിടെ നോക്കൂ, ആളുകൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. നമ്മളെ ജംഗ്ഷനിൽ തന്നെ 7-8 പേര് വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. എന്താണിത്? ഈ റെയിൽവേക്ക് ഇത് എന്ത് പറ്റി? ഇവിടെ TTR പോലും കയറി ഫൈൻ കൊടുക്കല്ല. ഇത് നടപടി എടുക്കണം. 3 പേർക്കാണ് ഒരു സീറ്റിൽ പറഞ്ഞുള്ളത്. ഒരു സീറ്റിൽ 3 നമ്പറാണുള്ളത്. അതൊന്നുമല്ല, പകൽ സമയത്ത് 6 അല്ല 7 അല്ല എത്ര വേണമെങ്കിലും വന്നിരിക്കാൻ ടിക്കറ്റ് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. നമുക്ക് നൈറ്റ് മാത്രമേ ബർത്ത് തരാറുള്ളൂ. അതെ, അല്ലാത്ത സമയം നമ്മൾ അവരോട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് ഇപ്പൊ TT പറഞ്ഞത്. പുതിയ നിയമമാണ്, എനിക്കറിയാം. ഞാൻ ചോദിച്ചു AC കമ്പാർട്ട്മെന്റിലാണെങ്കിൽ ഇതിനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ AC പറ്റത്തില്ല, സ്ലീപ്പറിന് മാറ്റി ഈ ഒരു സംഭവം നടക്കത്തുള്ളൂ. എന്താ ചെയ്യാനുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ ഇങ്ങനെയാണ് നിയമം. നിയമം അറിയത്തില്ലേ, നമുക്കറിയത്തില്ല. അറിഞ്ഞൂടാത്തതാണ് ഇനി ഇവരിന് പുതിയ നിയമങ്ങളാണെന്ന് പറയുന്നത്. എന്റെ കൊച്ചു 3 വയസ്സുള്ളത് ഇരുത്തിയും തോളിൽ കിട്ടുവാൻ ഞാൻ ഇപ്പൊ കൊണ്ടുപോയിരുന്നു. എന്തൊരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ സ്ലീപ്പർ ക്ലാസ് എടുക്കേണ്ട ആവശ്യം എന്താ? ഇത് അധികാരികളിലോട്ട് എത്തിക്കുക. നമുക്ക് മറ്റേ 139 വിളിച്ചിട്ട് അവർക്ക് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം ശരിയാക്കി തരാൻ ഒരു പ്രശ്നമില്ല. TT പറഞ്ഞത് അല്ല കാര്യം. AC ക്ലാസ്സിലായാലും സ്ലീപ്പർ ക്ലാസ്സിലായാലും അങ്ങനെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് ഇരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.